തിരുവനന്തപുരത്ത് നിന്നും കാസർഗോഡ് വരെ ഓടുന്ന കോട്ടയം വഴിയുള്ള വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ നിലവിലുള്ള 20 കോച്ചുകളിൽ നിന്ന് 24 കോച്ചുകളാക്കി മംഗലാപുരം വരെ നീട്ടണമെന്നും ദിനംപ്രതി വർദ്ധിക്കുന്ന യാത്രക്കാരുടെ തിരക്ക് പരിഗണിച്ച് അടിയന്തര ഇടപെടൽ വേണമെന്നും കൊടിക്കുന്നിൽ സുരേഷ് എം.പി. ആവശ്യപ്പെട്ടു. ആലപ്പുഴ വഴിയുള്ള വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനിന് നിലവിലുള്ള 16 കോച്ചുകളിൽ നിന്ന് 20ആയി ഉയർത്തിയ നടപടിയെ സ്വാഗതം ചെയ്ത എം.പി. ട്രെയിനിന് കായംകുളം സ്റ്റേഷനിൽ അടിയന്തരമായി സ്റ്റോപ്പ് അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ടു. തിരുവനന്തപുരത്ത് നിന്നും കാസർഗോഡ് വരെ സർവീസ് നടത്തുന്ന കോട്ടയം വഴിയുള്ള വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ നിലവിലുള്ള 20 കോച്ചുകളിൽ നിന്നും 24 കോച്ചുകളാക്കി മംഗലാപുരം വരെ നീട്ടണമെന്നും ദിനംപ്രതി വളരുന്ന യാത്രക്കാരുടെ തിരക്ക് പരിഗണിച്ച് അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്നും കൊടിക്കുന്നിൽ സുരേഷ് എം.പി. ആവശ്യപ്പെട്ടു. വന്ദേ ഭാരത് ട്രെയിൻ കേരളത്തിലെ ഏറ്റവും കൂടുതൽ യാത്രക്കാരുള്ള പ്രിയപ്പെട്ട സർവീസായി മാറിക്കൊണ്ടിരിക്കുകയാണെന്നും തിരുവനന്തപുരം, കോട്ടയം, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, കാസർഗോഡ് റൂട്ടിൽ സഞ്ചരിക്കുന്നതിനാൽ മുഴുവൻ കേരളത്തിനും വലിയ പ്രയോജനമാണ് ലഭിക്കുന്നതെന്നും എം.പി. പറഞ്ഞു. എന്നാൽ ദിവസേന യാത്രക്കാർക്ക് സീറ്റ് ലഭിക്കാതെ പോകുന്ന സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ കോച്ചുകൾ വർദ്ധിപ്പിക്കേണ്ടത് അനിവാര്യമാണെന്നും എം.പി. പറഞ്ഞു. മംഗലാപുരം വരെ സർവീസ് നീട്ടുകയാണെങ്കിൽ കേരള കർണാടക അതിർത്തി മേഖലയിൽ നിന്നും യാത്രക്കാർക്ക് വളരെ പ്രയോജനകരമാകും. കേരളം കർണാടക മേഖലയിൽ സ്ഥിരമായി സഞ്ചരിക്കുന്ന യാത്രക്കാരുടെ ദുരിതങ്ങൾ ഇതിലൂടെ കുറയ്ക്കാൻ കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു. ആലപ്പുഴ വഴിയുള്ള വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനിന് നിലവിലുള്ള 16 കോച്ചുകളിൽ നിന്നും 20ആയി ഉയർത്തിയ നടപടിയെ എം.പി. സ്വാഗതം ചെയ്തു. കായംകുളം സ്റ്റേഷനിൽ അടിയന്തരമായി സ്റ്റോപ്പ് അനുവദിക്കണമെന്നും കൊടിക്കുന്നിൽ സുരേഷ് എം.പി. പറഞ്ഞു. CDNet ന്യൂസ്, കായംകുളം.